ഹലോ, ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ്. ഇപ്പം ഇന്ന് തള്ളി മറിക്കുമെന്നറിയില്ല. അപ്പോൾ ഇത് പുട്ട് ചുട്ടവിടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് മക്കളൊക്കെ ഉള്ള ദിവസമല്ല. അപ്പോൾ അവരൊക്കെ മദ്രസ വിട്ടെന്ന് പുട്ട് കഴിക്കുകയാണ്. ഞങ്ങളെ നാട്ടിലിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ കുരങ്ങന്മാരെ ശല്യമാണ് കേട്ടോ. ഇവർ ഇളനീരും തേങ്ങയൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കുകയാണ് പച്ചക്കറിയൊക്കെ. അപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഒന്നല്ല, 10-15 ഉണ്ട്. അവരിങ്ങനെ ഭയങ്കര ശല്യമായി മാറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് സ്പെഷ്യലായിട്ട് ഇതേപോലെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റൈസിൻ്റെ റെസിപ്പി ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണേ. ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയോ? അതൊന്ന് പറയട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ അതേ നമ്മളെ റൈസ് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സ്മെല്ലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ഒരു ചിക്കൻ കൊണ്ടാട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇനി ഒരു തൈര് സാലഡ് ഉണ്ടാക്കണം. അപ്പോൾ അതും കൂടി ചെയ്ത് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരുമ്പിക്കുളി കഴിഞ്ഞിട്ട് ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണത് കാണാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല ഒരു അടിപൊളി കമൻറ്റും കൂടി പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക് യു.